പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ജൂബിലാത്ത് എന്ന ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ ഹൃദയപൂർവ്വം സ്നേഹത്തോടെ എല്ലാ ദൈവജനത്തെയും സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ നിന്നെ വഴി നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുതുപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കഴിഞ്ഞു പോകുമ്പോൾ പല മനുഷ്യരും പറയാറുണ്ട്, നല്ല സന്തോഷമാണ്, നല്ല ആനന്ദം ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നു. കുംഭസാരം കഴിഞ്ഞ് ചിലർ പറയുന്നു, എന്തൊരു ആനന്ദമാണ് ഈ കുംഭസാരം കഴിഞ്ഞപ്പോൾ കിട്ടുന്നത്, എന്തൊരു സന്തോഷമാണ് ഈ ആലയം വിട്ട് ഇന്ന് പോകുമ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്നത്. ആനന്ദം കൊടുക്കുന്നത്, ഈ ആത്മ ആനന്ദം കൊടുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. ഈ പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോ ആ മനുഷ്യന്റെ ജീവിതം ഈ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ പോവുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ പരിശുദ്ധ അമ്മയെ ഈ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതുപോലെ പരിശുദ്ധമ്മ അസ്വസ്ഥമായിട്ടുണ്ട്. ദൂതന്റെ മംഗളവാർത്ത അറിഞ്ഞപ്പോ പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്നു, ഈ അമ്മ അസ്വസ്ഥമായി, സങ്കടമായി, വിഷമമായി. പക്ഷേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് പറയുന്ന വചനം, ഈശോ നിങ്ങൾക്ക് തരുന്ന വചനം, ആരെങ്കിലുമൊക്കെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ കണ്ണുനീരിന്റെ വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ, ഈ അമ്മ നിങ്ങൾക്കൊരു മാതൃക തരുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം നൽകിയ ആശ്വാസമാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശുദ്ധ ലൂക്ക 1-ാമത്തെ അധ്യായം 35-ാമത്തെ തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തിയാൽ നീ ആവസിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ഒന്ന് ചേർന്ന് പറയാമോ? പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നിന്റെ മേൽ വരും, അത്യുന്നതന്റെ അത്യുന്നതന്റെ ശക്തിയാൽ നീ ആവസിക്കപ്പെടും. ആവസിക്കപ്പെടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ വചനം കഴിയുമ്പോൾ നിങ്ങളെടുത്ത് വായിക്കണം, എന്താണ് സംഭവിക്കുന്നത്. ഈ അമ്മ വളരെ അസ്വസ്ഥമായി. ഒരു വാർത്ത കേൾക്കുമ്പോ ഞാനും നിങ്ങളൊക്കെ അസ്വസ്ഥമാകില്ലേ? അത്ര സുഖകരമല്ലാത്ത വാർത്ത കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മളൊക്കെ ഒന്ന് ഷോക്കാവും. പെട്ടെന്ന് ഞാനും നിങ്ങളും ഇല്ലാതാകും. ആ സമയത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങളെ കുറ്റം പറയുമ്പോൾ അത് നിങ്ങൾ കേൾക്കുവാണ്. നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം, നിങ്ങളുടെ ജീവിത പങ്കിൽ അവിശ്വസ്ത നിങ്ങളോട് കാണിക്കുന്നു. നിങ്ങൾ സ്നേഹത്തോടെ കൂടെ നടന്ന നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ ബിസിനസ്സിൽ ചതിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു മരണം എൻ്റെ കുടുംബത്തെ കാർന്നു തിന്നുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ മനുഷ്യർ തളർന്നു പോകുന്നു. ഈ അമ്മയെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഉള്ളൊരുക്കി ഈ സമയത്ത് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ ഇപ്പോൾ ഉള്ള ഈ അവസ്ഥയെ പരിശുദ്ധാത്മാവേ നീ ഏറ്റെടുക്കണമേ. നീ പരിശുദ്ധ അമ്മയെ ശക്തിപ്പെടുത്തിയതുപോലെ എന്നെയും എൻ്റെ ജീവിത മേഖലകളിലെയും ജോലി രംഗങ്ങളിലും നീ എന്നെ ശക്തിപ്പെടുത്തണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനം കേൾക്കണം. നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും ജോലി മേഖലകളിലും ദൈവം ഇടപെടാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എലിസബത്തിന്റെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് പോയപ്പോ എന്ത് സംഭവിച്ചു? എലിസബത്ത് ഗർഭിണിയാണ്. അപ്പോൾ പരിശുദ്ധമ്മ അടുത്തു വന്നപ്പോ എന്ത് സംഭവിച്ചു? കുഞ്ഞ് കുതിച്ചു ചാടി. ആ കുഞ്ഞുണ്ടല്ലോ, ഉള്ളിലുള്ള കുഞ്ഞിന് വരെ മനസ്സിലായി പരിശുദ്ധാത്മാവ് അടുത്തെത്തിയിട്ടുണ്ടെന്ന. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ കത്തി ജ്വലിക്കാൻ തുടങ്ങുമ്പോ നിങ്ങൾ എവിടെയാണോ ചെല്ലുന്നത്, നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ പോകുന്നത്, അത് ഐശ്വര്യത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഐശ്വര്യത്തിലേക്ക് ദൈവം കൊണ്ടുപോകും, സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നിറഞ്ഞ്
നിങ്ങൾ ഒരു ജോലിയുടെ ഒരു ഇന്റർവ്യൂവിന് പോകുക. നിങ്ങൾ പറയണം, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നെ ബലപ്പെടുത്തണമേ. പോകുന്ന സമയത്ത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശുദ്ധ പത്രോസ്, അപ്പോസ്തല പ്രവർത്തനം 5:15, സുന്ദരമായ വചനഭാഗം. അവന്റെ നിഴൽ വീണാൽ സൗഖ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് മനുഷ്യരെ ഇതാ ആ പള്ളിയിലോട്ട് പോകുന്ന വഴിയിൽ അവന്റെ നിഴല് വീഴുന്ന കിട്ടാൻ വേണ്ടി കാത്തിരിപ്പുണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓർക്കണം, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അതിനു മുൻപ് അവൻ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഒരു മനുഷ്യനും അവനെ കാത്തു നിൽപ്പില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളെ കാത്തു നിൽക്കാൻ ഒരുപാട് മനുഷ്യരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് എൻ്റെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. ഈ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയണമേ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നവരിലേക്ക്, പരിശുദ്ധാത്മാവിനെ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഇറങ്ങി വരുന്നു. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കുന്നത് ഈ ദിവ്യകാരുണ്യ ആരാധനയുടെ മണിക്കൂറിലാണ്. സജീവനായ ദൈവമേ, നിന്റെ സഹായകനും ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ നിറയ്ക്കാൻ, എൻ്റെ കുടുംബത്തിലേക്ക് നിറയുക. ഞാൻ ഈ ആരാധനയിൽ ഉള്ളൊരുകി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും ഞാനും ഈ ആരാധന മണിക്കൂറിൽ പരിശുദ്ധാത്മാവിൽ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മ അഭിഷേകത്താൽ കത്തിജ്വലിക്കാൻ വേണ്ടി ഒന്ന് ചേർന്ന് നമുക്ക് ഈ ആരാധനയുടെ ഗീതത്തോട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ആമേൻ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ, ആമേൻ യേശുനാഥാ. ആമേൻ, ആമേൻ ദൈവപുത്ര. ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. നിത്യപിതാവേ, നിത്യപിതാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ദൈവത്തിൻ്റെ ശക്തി ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വരുന്നത്
പ്രാർത്ഥനയുടെ നടുവിലാണ്. അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. ഇന്ന് ഈ ആരാധന മണിക്കൂറിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കും എനിക്കും ഈശോ നൽകുന്ന വചനം നിന്റെ ജീവിതത്തിന് ശക്തി ചോർന്നു പോയപ്പോൾ ദൈവം നിന്നെ ഓർമ്മിപ്പിക്കുന്ന വചനം. നീ ഇപ്പോൾ എന്ത് പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരിക്കാം, ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം ഇപ്പോൾ ഇത് കേൾക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് വിഷമിച്ച് ഒരു മുറിയുടെ ഉള്ളിൽ നിങ്ങളറിയാതെ ചിലപ്പോൾ വന്നുപോയ മൊബൈൽ തുറന്നുപോയ നിങ്ങൾ കണ്ട ഈ ശുശ്രൂഷയായിരിക്കാം. എങ്കിലും നിങ്ങൾക്കുള്ള ഈ സന്ദേശം അപ്പസ്തോല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വിശ്വാസത്തോടെ ഈ വചനം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, എന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും, എന്റെ മേൽ വരും. എനിക്ക് ശക്തി നൽകും, എനിക്ക് ശക്തി നൽകും. എന്നെ ആശ്വസിപ്പിക്കും, എന്നെ ആശ്വസിപ്പിക്കും. എനിക്ക് സൗഖ്യം നൽകും, എനിക്ക് സൗഖ്യം എന്നെ നൽകും. വഴി നടത്തും, എന്നെ വഴി നടത്തും. എന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ. ഓ ഓ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നെ വഴി നടത്തണമേ, എന്നെ വഴി നടത്തണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ എന്റെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു ശക്തിയായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. പഴയ നിയമത്തിലെ എല്ലാ മേഖല പ്രവാചകന്മാരിലും രാജാക്കന്മാരിലും ന്യായാധിപന്മാരും ഇതെല്ലാം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകുന്നത് ഒരു ശക്തിയായിട്ടാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് അപ്പസ്തോല പ്രവർത്തനത്തിൽ 1-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും. അതിനർത്ഥം എന്താ? കർത്താവ് ആത്മാവ് നമുക്ക് നൽകുന്നത് ശക്തി തരാൻ വേണ്ടിയിട്ടാണ്. ശക്തിത്വം ചോർന്നു പോവും. നിന്റെ ജീവിതയാത്രയിൽ നീ തളർന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് നിന്നെ ബലപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് നിന്നെ വെറുതെ വിടാൻ കർത്താവിന് താല്പര്യമില്ല. നീ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, ശക്തിയില്ലാത്ത സമയത്ത് ഈ വചനം കേൾക്കുക. ദൈവം നിന്നോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ നീ ശക്തി നീ ജ്വലിക്കും, നീ അഗ്നിയാൽ ജ്വലിക്കും. നീ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, പുതിയ ആശയങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും, പുതിയൊരു സൃഷ്ടിയായിട്ട് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നീ ഇതാ അടിമത്തത്തിൽ നിന്ന് പുറത്തു ചാടാൻ തുടങ്ങും. എങ്ങനെ? ഈ വചനം കേട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എങ്ങനെ നിന്റെ മേൽ വരും? പ്രാർത്ഥനയിൽ, ആഴമേറിയ വിശ്വാസത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയിലും ആഴമേറിയ വിശ്വാസത്തിലും ദൈവാത്മാവ് നിന്നിലേക്ക് ഇറങ്ങി വരും. ഉദാഹരണം, ദാവീദിന്റെ ജീവിതം. ആർക്കും വേണ്ടാത്ത പോലത്തെയുള്ള ഒരു ജീവിതം. കുഞ്ഞു പ്രായം. ഒന്ന് ഓർത്തെടുക്കാൻ നമുക്ക്. ഭംഗിയുണ്ട് അവനെ കാണാൻ, ഇത്രയുള്ളോ, ഉയരല്ല, വണ്ണുണ്ടോ, ഒന്നുമില്ല. അല്ലെങ്കിൽ പറയത്തക്ക രീതിയിലുള്ള ക്വാളിറ്റി ഇല്ലാത്തവനാണ് അവൻ. പറയത്തക്ക രീതിയിൽ കഴിവ് ഇല്ലാത്തവനാണ് ആരെ? ഈ ദാവീദ്. മനുഷ്യരുടെ മുൻപിൽ, സ്വന്തക്കാരുടെ മുൻപിലും ഈ ദാവീദിനെ വില കൽപ്പിച്ചിട്ടില്ല. ജസ്സെ, അപ്പന്റെ പേരാണ് ജസ്സെ. അപ്പന്റെ അടുക്കിലേക്ക് സാമുവേൽ പ്രവാചകൻ വന്നിട്ട് പറഞ്ഞു, നിന്റെ കുടുംബത്തിൽ ഒരു മനോഹരമായ
നല്ലത് സംഭവിക്കാൻ പോകുന്നു. ഈ കുടുംബത്തിൽ നിന്ന് ദൈവം ഒരു പൈതലിനെ എടുത്തുയർത്താൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ സന്തോഷത്തോടെ ജസ പറഞ്ഞു, അത് മൂത്തവനായിരിക്കും, ഒന്നാമനായിരിക്കും. അവനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ഏറ്റവും നല്ലവൻ, മിടുക്കൻ, ആകാരവടിവുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, ഒരുപാട് കഴിവുള്ളവൻ, എല്ലാവരോടും മാന്യമായി സംസാരിക്കുന്നവൻ, ഇവനെയാണ് ദൈവം തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശമൂവേൽ പറഞ്ഞു, ഇതല്ല ദൈവം തെരഞ്ഞെടുത്തത്. രണ്ടാമത്തവനെ കാണിച്ചു, പറഞ്ഞു ഇതുമല്ല. മൂന്നാമത്തവനെയും എല്ലാവരും കാണിച്ചിട്ട് പറഞ്ഞു, ജസ്സ പറഞ്ഞു, ഇനിയില്ല, ഇനി ഈ കുടുംബത്തിലെ കൊള്ളാവുന്ന ഒരുത്തനും ഇല്ല, കഴിഞ്ഞു. അപ്പം പറയുന്നതാണ്, ഇനി ഈ ഭവനത്തിൽ ആരുമില്ല. ഓർത്തെ നിങ്ങൾ, ഒരുവനുണ്ട്, അവൻ എവിടെയാ? കാടിൻ്റെ ഉള്ളിൽ ആടിനെ മേയ്ക്കാൻ പോയിക്കുകയാണ്. ഒരാൾക്കും അവനോട് താല്പര്യമില്ല, ബഹുമാനമില്ല. കാരണം അവന് ക്വാളിറ്റി ഇല്ല. മനുഷ്യരുടെ മുൻപിൽ കഴിവോ ക്വാളിറ്റിയോ ഇല്ലാത്തവന്, സ്വന്തക്കാരുടെ വീട്ടിൽ അല്ലെങ്കിൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ വിലയില്ലാത്തവന് ദൈവം ഇതാ തെരഞ്ഞെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ നിനക്ക് സ്ഥാനമില്ല, വേലയില്ല, സഹോദരങ്ങൾ നിന്നെ മാറ്റുന്നു, മാതാപിതാക്കൾ നിന്നെ വേണ്ടാന്ന് പറയുന്നു, നിനക്ക് അർഹതപ്പെട്ടത് സ്വത്തോ പണമോ നിന്റെ കുടുംബക്കാര് തന്നെ നിഷേധിക്കുന്നു. എല്ലാവരും നിന്നെ മാറ്റി. കാടിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കിരുന്ന്, ആ വൃക്ഷങ്ങളുടെ നടുവിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച ദാവീദ്, കരഞ്ഞു. അവന് കണ്ണു തുടച്ചതേ അവിടുത്തെ ഇലകളാണ്. അങ്ങനെ നെടുവീർപ്പിട്ട് പ്രാർത്ഥിച്ചത് സ്വർഗത്തിലുള്ള ദൈവം കണ്ടിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ സ്വർഗത്തിൽ നിന്ന് അവന്റെ കണ്ണുനീര് കണ്ട ദൈവം അവന്, നിനക്ക് മനുഷ്യർക്ക് വേണ്ട എങ്കിലും എനിക്ക് നിന്നെ വേണം, എനിക്ക് വേണടാ നിന്നെ ആർക്കും വിലയില്ലാതെ തള്ളിക്കളഞ്ഞപ്പോ നിന്നെ വില നൽകാനായി ദൈവത്തിന്റെ ആത്മാവ് നൽകി അവൻ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്ക് വിലയില്ല എങ്കിൽ നീ വിഷമിക്കണ്ട. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോ നീ ശക്തി പ്രാപിക്കാൻ പോവുകയാണ്. ഇന്നലെ വരെ നിന്നെ തള്ളിപ്പറഞ്ഞവര്, ഇന്നലെ വരെ നിന്നെ മാറ്റി നിർത്തിയവര്, ഇതാ നിന്റെ ഉയർച്ച കണ്ട് നിന്റെ പുറകെ കൂടാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. നിന്റെ കൂടെ ദൈവം തരുന്നൊരു വാഗ്ദാനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം, ഞാൻ നിനക്ക് ഒരു സഹായകനെ നൽകാൻ പോവുകയാണ്. നിങ്ങളൊരു ആക്സിഡന്റിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ ചില മനുഷ്യർ വരും. നിങ്ങളൊരു ദുഃഖത്തിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെയും എന്നെയൊക്കെ സഹായിക്കാൻ ചില മനുഷ്യർ വരും. ഈശോ പറയുകയാണ്, നീ ഏത് ദുർഘടങ്ങളിലും വീഴുമ്പോഴും നിന്നെ സഹായിക്കാൻ ഒരു വ്യക്തിയെ ഞാൻ നൽകാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് ശ്രദ്ധിക്കുന്നവരെ ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യരുടെ മുൻപിൽ നിറയുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ, നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, 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 പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ സമയത്ത് നിന്റെ തകർന്നടിഞ്ഞ എല്ലാ ജീവിത ദുഃഖഭാരങ്ങൾ, കുടുംബ ജീവിതം, നിന്റെ കുടുംബത്തിലുള്ള ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും ഒരു നിമിഷം ഒന്നോർത്ത്, പരിശുദ്ധാത്മാവേ എൻ്റെ തകർന്ന കുടുംബാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമെന്ന പ്രാർത്ഥനയോടെ ചേർന്ന് നിറയണമേ, നിറയണമേ, നിറയാൻ വേണ്ടി
പരിശുദ്ധാത്മാവേ നിറയണമേ. ആഗ്രഹിച്ച് ദാഹിച്ചേ നിറയണമേ, നിറയണമേ. ശക്തിയോടെ പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ ആരെങ്കിലും രോഗപീഡയിൽ കഴിയുന്നവരുണ്ടെങ്കിൽ ഈ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ ഇറക്കി, കർത്താവേ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമെന്ന പ്രാർത്ഥനയോടെ, പരിശുദ്ധാത്മാവ് നിറയണമെന്ന പ്രാർത്ഥനയോടെ, ആഴമേറിയ വിശ്വാസത്തോടെ നിങ്ങൾ ഇരുന്ന് തന്നെ പ്രാർത്ഥിക്കുക. ആ പരിശുദ്ധാത്മാവ് ആ രോഗപീഡയിലേക്ക് ഇറങ്ങണമേ. നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്റെ മക്കളിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്റെ ദുശീലങ്ങളിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്റെ മാനസിക വേദനയിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്റെ കഴിഞ്ഞ കാല മുറിവുകളിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. എന്റെ മാതാപിതാക്കളിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. സഭയെ നയിക്കുന്ന എല്ലാ പുരോഹിതരിലേക്കും നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പ്രായമായ എല്ലാ മാതാപിതാക്കന്മാരിലേക്കും നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് നിറയണമേ, നിറയണമേ. എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ നിറയണമേ. കുഞ്ഞു മക്കളിലേക്ക് നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ പരിശുദ്ധാത്മാവിനെയാണ് ഞാൻ സ്വീകരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ശക്തിയായിട്ട് കടന്നു വരുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിലെ പേടി മാറ്റും, ധൈര്യം നൽകും, ഭയം മാറ്റും, നാളെ കുറിച്ചുള്ള ആകുലത മാറ്റും. പ്രിയപ്പെട്ടവരെ, ഒരു വലിയ ചിന്ത നിങ്ങൾക്ക് വിശുദ്ധ പത്രോസിന്റെ ജീവിതം എടുത്തു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പത്രോസിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഒരു സഹായകനെ ഞാൻ നൽകാൻ പോകുന്നു. യോഹന്നാൻ 14:16. പക്ഷെ ഈ വാഗ്ദാനം ഈ പത്രോസിന് മനസ്സിലായില്ല. എന്ത് സംഭവിച്ചു? യേശുവിന്റെ പീഡാനുഭവ വഴി യാത്രയിൽ യേശുവിനെ പിരിഞ്ഞു പോയി. മനുഷ്യൻ പോയി. അവൻ പേടി, മരണത്തെ ഭയപ്പെട്ടു. അവൻ നാളെ കുറിച്ച് സങ്കടപ്പെട്ടു. ആകുലത വന്നു ഇവന്. എന്താണ് അവന്റെ ആകുലത? നാളെ എന്റെ കാര്യങ്ങൾ മുൻപോട്ട് പോകാൻ ആരുമില്ലല്ലോ. ഒറ്റപ്പെടലിന്റെ വഴിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണിത്. ആരുമില്ല, ഒറ്റപ്പെടലിലൂടെയാണ് ദൈവമേ ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഈ പത്രോസ് കടന്നുപോയി. യേശുദ മരണത്തിലേക്ക് പോകുമ്പോ, യേശുദ പീഡാനുഭവത്തിലേക്ക് പോകുമ്പോ എൻ്റെ കൂടെയുള്ള ഈ വ്യക്തി പോയല്ലോ എന്ന ചിന്തയോടെ ദുഃഖത്തിൽ വീണ തളർന്നു പോയ പത്രോസ് മരണത്തെ പേടിച്ചു, മനുഷ്യരെ പേടിച്ചു. ഭയം പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ മാറും. ജീവിതത്തിന് വിട്ടുപോവുകയാണ്. എല്ലാ നിരാശയിൽ തകർന്നിരുന്ന സമയത്ത് യോഹന്നാന് പേടിയുണ്ട്.
ബർത്തലോമേക്ക് പേടിയുണ്ട്, യാക്കോബിന് പേടിയുണ്ട്. ഇവരെല്ലാവർക്കും പേടിയും ഭയം വന്നപ്പോ ഇവരെല്ലാവരും കൈ പിടിച്ചു. എന്നിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെ പ്രാർത്ഥിക്കാം? സെഹിയോൻ മണിമാളികയുടെ മുകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരുമിച്ചുള്ള പ്രാർത്ഥന. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഒരുമിച്ച് എങ്ങനെ പ്രാർത്ഥിച്ചു? അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം. ഇവർ ഏക മനസ്സോടെ, ഹല്ലേലൂയ, ഇവർ ഏക മനസ്സോടെ പരിശുദ്ധ കന്യകാ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും സഹോദരന്മാരോടും ചേർന്ന് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പത്രോസിനെ, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന യാക്കോബിനെ, യോഹന്നാനെ, ബർത്തലോമിയയ്ക്ക് അവർക്ക് എന്ത് ലഭിച്ചു? ധൈര്യം ലഭിക്കുകയാണ്. ഭയം വിട്ടുമാറുകയാണ്. എല്ലാ മേഖലകളിൽ നിന്നും ദൈവം അവർക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ ശക്തി ലഭിക്കുകയാണ്. അങ്ങനെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. വചനം പറയുകയാണ്, പ്രാർത്ഥിച്ചിരുന്നു എന്നല്ല പറഞ്ഞത്, പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റടിക്കുന്ന പോലെ അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. അഗ്നിനാവുകൾ അവരുടെ ശിരസിന്മേൽ ഇറങ്ങി വന്നു എന്ന് പറഞ്ഞാൽ ദൈവശക്തിയായി കടന്നു വന്നപ്പോൾ പത്രോസ് പറയുകയാണ്, ഞാൻ മരിക്കാൻ തയ്യാറാണ്. ഈ മനുഷ്യർക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾക്ക് എന്നെ താൽക്കാലികമായിട്ട് പല കാര്യങ്ങൾ നിർത്താൻ പറ്റും, എന്നെ മാറ്റി നിർത്താൻ പറ്റില്ല നിങ്ങൾക്ക്. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞു, നിന്റെ കളിയൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. കാരണം പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെട്ട ഈ പത്രോസിനെ മനുഷ്യരെ പേടിയില്ല. മനുഷ്യരെ പുല്ല് പോലെ കാണാനുള്ള ശക്തി ദൈവം ഈ പത്രോസ് നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ധൈര്യം നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഭയം എടുത്തു മാറ്റി പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ശക്തിയായി, അഭിഷേകമായി, സൗഖ്യമായി ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ഈ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. വേറെ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കണ്ട. പരിശുദ്ധാത്മാവ് വന്നാൽ പണം വേണ്ട, സ്വർണം വേണ്ട, സ്ഥലം വേണ്ട. പക്ഷെ ശക്തിയുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, എനിക്ക് ശക്തി തരണമേ. സമാധാനം, സന്തോഷം നൽകി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ആരാധന, 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.